രാജ്യത്തെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് കീഴിലെ 60ഓളം ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. തിരുവല്ലയിലെ പരിശോധനയിൽ കണക്കിൽപ്പെടാത്തത് എന്ന് കരുതുന്ന 57 ലക്ഷവും ഡൽഹിയിലെ സഭാ ആസ്ഥാനത്ത് നിന്ന് 95 ലക്ഷം രൂപയും കണ്ടെത്തി. ഇന്ന് രാവിലെ തുടങ്ങിയ റെയ്ഡ് തുടരുകയാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഉടമസ്ഥതയിലുള്ള സ്കൂളുകൾ, കോളേജുകൾ, ട്രസ്റ്റ് സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബിഷപ്പ് കെ പി യോഹന്നാന്റെ വീട് എന്നിങ്ങനെ രാജ്യത്തെ 60ലധികം കേന്ദ്രങ്ങളിലാണ് പരിശോധന. രാവിലെ 6:45 പരിശോധന തുടങ്ങിയത്. തിരുവല്ല സഭാ ആസ്ഥാനത്തെ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 57 ലക്ഷം രൂപയും ഡൽഹിയിലെ സഭാ ആസ്ഥാനത്ത് നിന്ന് 95 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. സഭാ വക്താവിന്റെ വാഹനത്തിന്റെ ഡിക്കിൽ നിന്നാണ് 57 ലക്ഷം കണ്ടെത്തിയത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നിരവധി രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സഭയുമായി ബന്ധമില്ലാത്ത FCNRA അക്കൗണ്ടിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഭദ്രാസനം ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനോസിന്റെ മഞ്ഞാടി സിൽവർ ലൈൻ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലും റെയ്ഡ് നടത്തി. 8 മണിക്കൂറോളം ബിഷപ്പിനെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. സഭാ വക്താവിന്റെ ഉൾപ്പെടെ ഏതാനും പേരുടെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ച വിഷയത്തിൽ ലഭ്യമാക്കിയ കണക്കിലെ ക്രമക്കേടുകളെ തുടർന്നാണ് പരിശോധന. സഭയുടെ കീഴിലുള്ള ട്രസ്റ്റുകളുടെ മേധാവിയും കെ പി യോഹന്നാന്റെ ബന്ധുവുമായ സിനി പൊന്നോസ് ഉൾപ്പെടെയുള്ള നിരവധി പേരെ കഴിഞ്ഞ 1 മാസക്കാലമായി ചോദ്യം ചെയ്തു വരുന്നതിന് പിന്നാലെയാണ് പരിശോധന. വിദേശ സഹായം സ്വീകരിച്ച വിഷയത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് നടത്തിപ്പുകാരിലൊരാളുടെ ഏതാനും ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് നേരത്തെ മരവിപ്പിച്ചിരുന്നു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്ന സംഘമാണ് പരിശോധനയ്ക്കുള്ളത്. രാത്രി വൈകിയും പരിശോധന തുടരുകയാണ്. തിരുവല്ല കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാനത്തും പരിശോധന നടത്തുന്ന സ്ഥാപനങ്ങളിലും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.